നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നത് വളരെ കാലികമായ പ്രസക്തിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുചേർന്നത്. കോഴിക്കോട് പൂനൂര് ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും മറ്റ് സ്ഥാപനങ്ങളും ചേർന്ന് ഇന്ന് നാട്ടിൽ ഏറ്റവും കൂടുതൽ നാടിൻ്റെ യുവത്വത്തെ കാർന്നു തിന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഒരു സൈക്കിൾ യാത്രയെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഈ യാത്ര ഇന്ന് ഈ സമൂഹത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമായി തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ വിഷയത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളായ ആളുകളാണ്. ഒരു നാടിൻ്റെ ചലനാത്മകമായ നീക്കമെന്ന് പറയുന്നത് ആ നാട്ടിലുള്ള യുവസമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഖേദകരെന്ന് പറയട്ടെ, നമ്മൾ വർത്തമാന സാഹചര്യത്തിൽ കേരളീയ സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും ആശ്വാസകരമല്ല. നമ്മുടെ യുവത്വത്തിന് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓരോ ദിവസവും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും ആശ്വാസകരമല്ല. സ്വന്തം പിതാവിനെ കഴുത്തറുത്ത് കൊല്ലുന്ന മകൻ, സ്വന്തം മാതാവിനെ കുടുംബക്കാർക്ക് മുന്നിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളുടെ ഒരു കാലത്ത് നമ്മൾ ആരോടാണ് ഇത് ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ ഒരു വ്യക്തിയുടേത് മാത്രമല്ല, ഒരു സംഘടനയുടേത് മാത്രമല്ല, ഈ നാടിൻ്റെതാണ്, ഈ രാഷ്ട്രത്തിൻ്റെതാണ് എന്നൊരു വലിയ തിരിച്ചറിവാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ജീവകാരുണ്യ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇത് കേവലമായ ഒരു യാത്ര എന്നതിൻ്റെ അപ്പുറത്ത് വലിയ ഒരു സന്ദേശം ഒരു സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത്, മാരകമായ ലഹരി എന്ന് പറയുന്ന വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളത് വലിയ ഒരു ദൗത്യത്തെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഏറ്റെടുത്ത് നടത്തുമ്പോൾ പൊതുസമൂഹം, ഓരോ വ്യക്തികളും, ഓരോ സമൂഹവും, ഓരോ സംഘടനയും ഇതിനുവേണ്ടി ചേർന്ന് നിൽക്കണം. ഇത് നമ്മുടെ ഒരു ചരിത്രപരമായ ദൗത്യമാണ്, കടമയാണ്. അതുകൊണ്ട് ഓരോ വ്യക്തികളും, ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഉദ്യമത്തോട് ചേർന്ന് നിൽക്കണമെന്നാണ് നിങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ 15 വർഷമായിട്ട് ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയവുമായിട്ട് പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വലിയൊരു പരിപാടിയാണ് ഈ ഒരു ഫ്രീഡം റൈഡ്. ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ താമരശ്ശേരി കാരുണ്യതീരം ക്യാമ്പസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ്. മനാഫ് വിവരിച്ച പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രോഗ്രാമിനാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ തുടക്കം കുറിക്കുന്നത്. ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ ഒരു യാത്രക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫ്രീഡം റൈഡ് സൈക്കിൾത്തോൺ ഫോർ എ ഡ്രഗ് ഫ്രീ കേരള, ഇതാണ് നമ്മുടെ ക്യാപ്ഷൻ. നമ്മുടെ ഇതിനെ ഷമീർ പറഞ്ഞതുപോലെ നമ്മുടെ താമരശ്ശേരി കാരുണ്യതീരം നമ്മുടെ ക്യാമ്പസിൽ നിന്ന് 22-ാം തീയതി പുറപ്പെട്ട് 26-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ സൈക്കിൾത്തോൺ യാത്ര നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഡ്രഗിനെതിരെ അല്ലെങ്കിൽ മാരകമായ ഈ വിപത്തിനെതിരെ ശബ്ദമുയർത്തുക എന്ന ദൗത്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 25 സൈക്ലിസ്റ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഇപ്പം തന്നെ അതിനെ അക്കമഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സഹപ്രവർത്തകരും കൂടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെട്ട് മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഇത്രയും ഡിസ്ട്രിക്റ്റിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഈ പോകുന്ന വഴികളിലൊക്കെ തന്നെയും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ഇത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു വലിയൊരു ദൗത്യമാണ്. നമ്മുടെ ഈ ഒരു പുതു തലമുറ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അടുത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വിവിധ തരങ്ങളിലായിട്ടുള്ള കൊലപാതകം, ഡ്രഗ്സ് എന്ന മഹാവിപത്തിനെതിരെ കോഴിക്കോട് ജില്ലയിലെ കാരുണ്യതീരം ക്യാമ്പസിൽ വെച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് ഒരു സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മികച്ച സൈക്കിൾ യാത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 30ഓളം സൈക്കിൾ യാത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സൈക്കിൾ യാത്ര. ഇന്ന് ഏറ്റവും കൂടുതൽ
ഓരോ വീട്ടിലേക്കും ഓരോ നിമിഷവും കടന്നു വരുന്ന മഹാ ദുരന്തമായിട്ടാണ് ഡ്രഗ്സിനെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു അവബോധം എന്ന നിലയിൽ സൈക്കിൾ യാത്രയെ തിരഞ്ഞെടുക്കുകയും അതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളിലെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സംഘടനാ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ ഒരു പരിപാടി സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ സൈക്കിൾ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ തുടങ്ങി തിരുവനന്തപുരത്തേക്ക് 6 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തി അവിടുന്ന് സമാപനം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു യാത്രയിൽ കേരളത്തിൽ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പോലീസ്, എക്സൈസ്, മറ്റ് രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർ, M3R, മറിയാസ് സൈക്കിൾ മാർട്ട്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ സൈക്ലോത്തോൺ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളുടെ വ്യത്യസ്ത വിഭാഗം ആളുകളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വേണ്ട രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഈ വിഷയത്തെ പറ്റിയിട്ട് കേട്ടല്ലോ. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഈ ഒരു മാരക ലഹരി കാരണം അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ അനാഥമായി. ആ വീട്ടിലുള്ള അവർ പോറ്റി വളർത്തിയ മക്കൾ തന്നെ അവരുടെ ജീവൻ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചും കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ഈ ഒരു മാരക ലഹരി കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നാടും ഒരു സമൂഹവും മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും അണിചേരണം. ഈ ഒരു സൈക്കിൾ യാത്ര കേരളം കണ്ട ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായിട്ട് വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു സഹായത്തിന് ഞാൻ നിങ്ങളെല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ സഹായിക്കാൻ കഴിയും അവരെല്ലാം മുന്നിട്ട് വരണം. യാത്രയിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പല പല കാര്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. ഇത് നമ്മളെ ഒരു ബോധവൽക്കരണമാണ് ഈ ഒരു പരിപാടിയിലൂടെ ഈ ഒരു ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത്. ആർക്ക് എതിരെയുള്ള ഒരു പരിപാടിയല്ല. തികച്ചും സമാധാനപരമായിട്ട് ശാന്തിയോട് കൂടിയിട്ട് നമ്മളെ സമൂഹത്തിൽ ഈ ഒരു മാരക വിപത്തിനെ എടുത്ത് പെയ്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം ഞാൻ നമ്മളെ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, വീട്ടിലുള്ള ഒരുപാട് വൃദ്ധർ, ഇങ്ങനെയുള്ള ഈ കുടുംബത്തിൽ ഒരുപാട് മാരക വിപത്ത് അനുഭവിച്ച ആളുകൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു മാരക വിപത്തിനെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് നേരിടണം. അതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് ഈ ഒരു സംഘത്തിനെ ഓരോ നാട്ടിലും ഇവർ പോണ റൂട്ടുകൾ പറഞ്ഞു തന്ന് ഈ റൂട്ടിലൊക്കെ എല്ലാവരും ഇറങ്ങി നിന്നിട്ട് ഇവരെ അഭിവാദ്യം ചെയ്യണം. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഈ പരിപാടി കേരളം കണ്ട ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് നമ്മൾ സമൂഹം മൊത്തം കൂടെ നിന്നിട്ട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.